അലോഷി കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇയാളുടെ ഞെട്ടലുണ്ട് ഈ അലോഷിയുടെ. അപ്പോൾ ഫസ്റ്റ് ടേക്കിൽ ഞാൻ ഞെട്ടി, ക്യാമറമാൻ ഓക്കെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് സുജിത്ത് എഴുന്നേറ്റിക്ക് പോകുന്നു. അപ്പോൾ രാജു ഇങ്ങനെ നേരെ വന്നിട്ട് എന്നോട് പറഞ്ഞു ചേട്ടൻ ഒന്നും എടുക്കാമെന്ന് പറഞ്ഞു. ഈ ഞെട്ടൽ ഞാൻ വേറെ 1-2 ചേട്ടൻ്റെ സിനിമകൾ ചേട്ടൻ തന്നെ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇത് വേണ്ട, വേറൊരു ഞെട്ടലിടാൻ പറഞ്ഞു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം നമ്മൾ 1-2 ഞെട്ടലും കുറച്ച് ചിരി പരിപാടികളൊക്കെ ആയിട്ടാണ് നമ്മൾ പിടിച്ച് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ഇനി വേറെ ഏത് ഞെട്ടലും ഞെട്ടാൻ. ഇപ്പം മമ്മൂക്കയുടെ ഇപ്പം അടുത്ത് വന്നിട്ടുള്ള ഏതെങ്കിലും പോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ചുറ്റിനിരിക്കുന്ന എല്ലാ യങ്സ്റ്റേഴ്സ് ആയിരിക്കും, എല്ലാം പുതിയ പിള്ളേർ. അത് വേറൊരു ലെവല് പരിപാടിയാണ് മമ്മൂക്ക. മനസ്സിലായില്ലേ? നിങ്ങൾ എന്തൊക്കെ ചെയ്താൽ നിങ്ങൾ ഇവിടെ ഉണ്ടാവും എന്ന് നമുക്ക് പറഞ്ഞു തരാനുള്ളൊരു വലിയൊരു ടെക്സ്റ്റ് ബുക്കാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. മണിച്ചേട്ടനെ ഓർക്കുമ്പോൾ സിനിമയിൽ അത്തരം വഴികൾ ഇപ്പോൾ കൂടുതൽ തുറന്നു വരുന്നുണ്ട്. ഇപ്പം മണിച്ചേട്ടൻ ഒരു വലിയൊരു വാതിൽ ഈ പറഞ്ഞ പോലെ തുറന്നിട്ടിട്ട് അറമാദിച്ചിട്ടാണ് അദ്ദേഹം പോയത്. മനസ്സിലായില്ല? അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് നാളെ ഒരു നായകനാകാൻ പറ്റും. നമ്മളെ ആളുകൾ ഇഷ്ടപ്പെടും. അതിന് ഈ നിറമോ അല്ലെങ്കിൽ അതിനകത്ത് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഹൈറ്റോ ഒന്നും അതിനൊരു മാനദണ്ഡമല്ല. സഹദേവനെ രണ്ടാമത് ഉപയോഗിക്കാത്തത് മോശമായി കേട്ടോ. ദൃശ്യം 2 അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ജിത്തുമാനെ വിളിച്ചിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു ഷാജോന സഹദേവൻ ഇതിനകത്തില്ല, അതില്ലാത്തതിന്റെ കാരണം സിനിമ കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ. നമ്മളില്ലാതെ ഇനി സിനിമയില്ല. ഞാനങ്ങനെ ആയെന്നല്ല പറയുന്നത്, ഒരുപാട് പേര് അങ്ങനെ ഉണ്ട്. അപ്പം എനിക്കും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഒരു സമയത്ത് സിനിമയിൽ. ഞാനൊരു വർഷം 18 സിനിമകളൊക്കെ ചെയ്ത വർഷങ്ങളുണ്ട്. ഇത്ര രൂപ ഉണ്ടെങ്കിൽ നമ്മൾ വരാൻ പറ്റും, ഇത്ര രൂപ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതിനപ്പുറം സാമ്പത്തികം മാത്രമല്ല, ഒരു നല്ല സിനിമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നല്ല ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മളൊരു നല്ല സമ്പത്തുണ്ടാക്കി വെക്കുന്നതിനെ കഴിഞ്ഞൊക്കെ വാല്യുള്ളൊരു കാര്യമാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു യാത്രയുണ്ട്. ആ യാത്രയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ. CID രാമചന്ദ്രൻ SIയുടെ വിശേഷങ്ങളുമായിട്ട് ഷാജോനാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ്, നമസ്കാരം. ശരിക്കും നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. താങ്ക് യു സോ മച്ച്. ആട്ടം മൂവി കണ്ടിട്ട് ഭയങ്കര ഒരു സുഖമുള്ളൊരു ഓഡിയൻസിൻ്റെ കൂടെയാണ് ഞാനിരുന്ന് കണ്ടത്. എന്ന് വെച്ചാൽ കൈയടിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം പ്രേക്ഷകർ കൈയടിക്കുമ്പോൾ, അതും എനിക്ക് തോന്നുന്നു കുറച്ച് വൈകിയാണ് ആ സിനിമ കാണുന്നത്. അറിഞ്ഞു കേട്ട് പോവുമായിരുന്നു, സമയം കിട്ടിയില്ല കാണാൻ. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു അഭിമാനമുണ്ട് നമ്മുടെ പ്രേക്ഷകരെ കുറിച്ചും നമ്മുടെ സിനിമ വളരുന്നതിനെ കുറിച്ചും. ആട്ടം മൂവിയെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 15 മിനിറ്റ് നിർത്താതെ സംസാരിക്കും. അത്രയും എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു സാധനമാണ്. ആ പടത്തിലേക്ക് വന്നു, അത് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നു? ഒരുപാട് സന്തോഷം തോന്നിയൊരു കാര്യമാണ്. കാരണം വിനയ് ഫോർട്ടാണ് എന്നോട് ആദ്യം ഇതിനെപ്പറ്റി ഒരു സിനിമയെക്കുറിച്ച് എന്നോട് പറയുന്നത്. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ചേട്ടാ, ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ ചേർന്നൊരു ചെറിയ സിനിമ ചെയ്യുന്നുണ്ട്, അതിനകത്തൊരു ക്യാരക്ടറുണ്ട്, ചേട്ടൻ ചെയ്താൽ നന്നായിരിക്കും, ഒന്ന് കേട്ട് നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. കാര്യം വിനയ് ഒന്നും നമ്മളങ്ങനെ ഫോൺ വിളിക്കുന്ന സ്ഥിരം വിളിക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ വിനയ് അങ്ങനെ വിളിക്കുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ട് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും. കാര്യം വിനയുടെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയെ അദ്ദേഹം കാണുന്ന ഒരു നിലവാരവും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വിനയ് പറഞ്ഞു വിട്ടോളൂ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ആനന്ദ് വരുന്നതും സംസാരിക്കുന്നത്. അപ്പോൾ ആനന്ദിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒരൊറ്റ നമ്മൾ അറിയാലുള്ളൂ. നമുക്ക് ചില ആളുകളെ നമുക്കൊന്ന് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഇവരുടെ സ്റ്റാൻഡേർഡ് എന്താണ്, ഇവരുടെ ഇൻറ്റൻഷൻ എന്താണ്, ഇവരെവിടെയാണ് സിനിമയെ കൊണ്ടുവച്ചിട്ടുള്ളത്, ഇവരെന്തിനാണ് സിനിമ ചെയ്യുന്നത് എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. ഒരുപാടൊന്നും നമ്മൾ കുറേ 1 വർഷമോ 2 വർഷമൊന്നും അവരുടെ കൂടെ നമുക്ക് സംസാരിക്കണമെന്നില്ല. ഒരു ലൈൻ അവർ പറഞ്ഞു വരുമെന്ന് നമുക്കറിയാം, ഇങ്ങനെ കൊള്ളാൻ കിട്ടും. അപ്പം ഞാൻ ആനന്ദിനോട് പറഞ്ഞു, ആനന്ദ് ഓക്കെയാണ് നമുക്കിത് ചെയ്യാം. കാര്യം ആനന്ദിൻ്റെ അതിൻ്റെ ഫുള്ള് എല്ലാവരുടെയും സ്കെച്ച് കാര്യങ്ങൾ, ഫുൾ സ്ക്രിപ്റ്റ് കാര്യങ്ങൾ, നമ്മൾ എന്ത് ചോദിച്ചാലും അതിനുള്ള ആൻസേഴ്സ് കൃത്യമായിട്ട് ഒരാൾ വന്ന് പറയുന്നു. അത് പുതിയൊരു ഡയറക്ടർ വണ്ടടിച്ചു. അപ്പം തന്നെ നമുക്കറിയാം ഇതൊരു നല്ല സിനിമയായിരിക്കുന്നു. ഒരിക്കലും ഇങ്ങനത്തെ ഒരു സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ഇതുപോലെ എല്ലാ രീതിയിലും ഇപ്പോൾ ഫെസ്റ്റിവൽ സൈഡിലാണെങ്കിൽ അങ്ങനെയും തിയേറ്ററിലാണെങ്കിലും അങ്ങനെയും വർക്കായി. ഇന്നലെ നമ്മുടെ ജോണി ആന്റണി ചേട്ടൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. അവിടെ ചെന്നപ്പോഴും ഞാൻ ബഹുമാനിക്കുന്ന ഒരുപാട് റൈറ്റേഴ്സും ഡയറക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ആദ്യം കണ്ടപ്പോഴേ പറഞ്ഞ ആട്ടത്തിനെ കുറിച്ചാണ്. അപ്പം അത്തരത്തിലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ ഒരാൾ വരുമ്പോൾ നമ്മൾ വിശ്വസിച്ച് നമ്മളെ അങ്ങ് കൊടുക്കുകയാണ്. നമ്മളൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങ് കൊടുത്തിന് ആനന്ദം എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് പിന്നെ ആനന്ദമാണ് നമ്മളെ കൊണ്ടുപോവാണ്. കാര്യം നമുക്കറിയാം, ചിലരെ കാണുമ്പോൾ നമുക്കറിയാം ഇയാൾ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കും, നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചോളൂ നമുക്കറിയാം. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഡയറക്ടറായിരുന്നു ആനന്ദ്. അത് തന്നെയാണ് ആ സിനിമയുടെ വിജയം. ഞാനായിട്ട് ഒന്നും ചെയ്യേണ്ട വന്നില്ല. കുറേ പേരിനോട് ചോദിച്ചു, ഇതുവരെ ഷാജോനെ കണ്ടിട്ടില്ലാത്തൊരു രീതിയിൽ ആക്ടിങ് ആണല്ലോ, അതിനെന്താ ചെയ്തതെന്ന്. ഞാനൊന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. നമ്മളിലോട്ട് ആനന്ദ് നമുക്ക് ഫീഡ് ചെയ്ത് തരും, നമ്മളതുപോലെ ചെയ്യുന്നു. പിന്നെ കൂടെ നിൽക്കുന്നവരൊക്കെ ഉഗ്രൻ ആക്ടേഴ്സാണ്. 18-19 വർഷമായിട്ട് അവർക്ക് ബന്ധമുള്ള, അവർക്ക് അറിയാവുന്നവരാണ്.
ഇപ്പം ഇവർ വന്ന് നിന്ന് ഡയലോഗ് പറയുമ്പോൾ തന്നെ നമുക്ക് തന്നെ വണ്ടടിക്കുക. അപ്പം നമ്മൾ പറയുന്നത് ഇങ്ങനല്ല അഭിനയിക്കേണ്ടത് നമുക്ക് സ്വയം തോന്നുമല്ലോ. ചില കാര്യങ്ങൾ നമ്മൾ ഡയലോഗ് പറഞ്ഞു വരുമ്പോൾ അവരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ഒരു ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ദൈവം ഞാൻ അത് പറയേണ്ടത് ഇങ്ങനല്ലായിരുന്നല്ലോ, നമുക്കൊന്ന് മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ചിന്തിക്കുമല്ലോ. അങ്ങനെ ചിന്തിപ്പിച്ചൊരു സിനിമയാണ് ആട്ടം. തീർച്ചയായിട്ടും ആനന്ദ് ദേവർഷി എന്ന് പറയുന്ന ഫിലിം മേക്കറിനാണ് അതിൻ്റെ എല്ലാ കൈയടികളും കൊടുക്കേണ്ടത്. പിന്നെ അതേപോലൊരു സിനിമ ധൈര്യപൂർവ്വം ചെയ്ത് അത് തിയേറ്ററിൽ എത്തിച്ച ഡോക്ടർ നമ്മുടെ ജോയി മൂവീസിൽ ഡോക്ടർ അജിത്ത് ജോയിക്കാണ്. തീർച്ചയായിട്ടും ഈ സഹദേവൻ ശ്രദ്ധിക്കപ്പെട്ടതുപോലെ ഹരി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരുപക്ഷെ ഹരി എന്ന പേര് ട്രോളിനൊക്കെ ഉപയോഗിക്കില്ലായിരിക്കും. സഹദേവനെ ഒരുപാട് പ്രാവശ്യം നമ്മൾ ട്രോളി ഈ സഹദേവൻ എന്ന് പറയുന്ന ഒരു പേര് നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ കലാഭവൻ ഷാജോണിനെ സത്യത്തിൽ സ്ലാഷ് ഇട്ടിട്ട് സഹദേവൻ എന്നാണ് ഇപ്പുറത്ത് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ദൃശ്യം ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു, അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആട്ടത്തിൻ്റെ അഭിനയത്തിൻ്റെ സാധ്യതയും ഇപ്പോൾ ഹരി എന്ന് പറയുന്ന ക്യാരക്ടർ അയാളുടെ ഒരു സ്വഭാവം കാണിക്കുന്നത് നമുക്ക് ആദ്യ സീൻ മുതൽ തന്നെ ഇയാൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴും ഇതിൻ്റെ ഒഴുക്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത പല സംഗതികളും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ചോദിക്കാനുള്ളത്, ശരിക്കും ആ പെണ്ണിനെ കയറി പിടിച്ചത് ആരാ? അത് എനിക്ക് അറിഞ്ഞു. ഞാൻ ആനന്ദിനോട് ചോദിച്ചിട്ടാണ് പറയുന്നുമില്ല. ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്ക് ഈ പറഞ്ഞ നമ്മളെല്ലാം സ്ക്രിപ്റ്റൊക്കെ വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇദ്ദേഹം ഇത് ഇങ്ങനെയാണ് കൊണ്ടുവന്ന് നിർത്തുന്നത് നമുക്ക് അറിഞ്ഞുകൊടുക്കാം. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ നമ്മൾ ആരാ ലാസ്റ്റും പറയുന്നില്ല, മുഖംമൂടി അഴിക്കാൻ വരുമ്പം വേണ്ടാന്നാണ് പറയുന്നത്. പക്ഷെ അത് തിയേറ്ററിൽ കണ്ടപ്പോൾ ഇത് എനിക്ക് പോലും ഇത് ഒന്ന് പറഞ്ഞ് എന്നോട് എത്ര പേര് അങ്ങനെ പറഞ്ഞെന്നറിയോ, നിങ്ങൾ എന്തുകൊണ്ടത് കാണിച്ചില്ല, അത് കാണിക്കണ്ടേ, എന്നാലല്ലേ അത് കറക്റ്റ്. നമ്മൾ ചേട്ടാ അതാണ് അതിൻ്റെ കറക്റ്റ്, അതാണ് ആ ഡയറക്ടറിൻ്റെ ബ്രില്യൻസ് പറയുന്നത്. അതാണ് ഇപ്പോൾ ഈ മൈ ഡിയർ കരടിയിൽ വന്നിട്ട് ദൃശ്യത്തിലേക്ക് എത്തുന്നവരെയുള്ളൊരു ജേണി ഉണ്ട്. ഇടയ്ക്ക് നമ്മളിലാണ് ശരിക്കും ഒരു ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്, എന്ന് വെച്ചാൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ആട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമുക്കൊരു പ്രൗഡ് തോന്നും. നമ്മൾ സിനിമയിൽ ചിലതൊക്കെ ചെയ്യേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ ചില സ്റ്റെപ്പൊക്കെ നമ്മൾ ഇനിയും വെക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്ന അതിനിടയ്ക്ക് ഒരുപാട് സ്റ്റാറുകൾ കൂടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അത്തരം ചില ഇനിഷ്യേറ്റീവ്സും കൂടെ ഇപ്പോൾ സ്വയമേവ ഇപ്പോൾ ഡയറക്ഷൻ സൈഡിലേക്ക് ഇനിഷ്യേറ്റീവ് എടുത്തതുപോലെ സ്വയമേവ അത്തരം ക്യാരക്ടേഴ്സ് കൂടെ ചെയ്യേണ്ടതുണ്ടെന്നുള്ളൊരു ബോധ്യത്തിലല്ലേ ഇപ്പം നിൽക്കണേ? തീർച്ചയായിട്ടും. ഞാൻ മുൻപൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞുള്ളൂ, ഒരു സമയത്ത് സിനിമ നമുക്ക് തരും, നമ്മൾ അറിയണ്ട, നമ്മളെ അങ്ങ് കൊണ്ടുപോയിക്കോളും സിനിമ. അപ്പം നമ്മൾ വിചാരിക്കും ഇനി നമ്മളൊന്നും ചെയ്യണ്ട, നമ്മളെ എല്ലാവർക്കും ആവശ്യമാണ് സിനിമ, നമ്മളെ കൊണ്ടുപോകും. അങ്ങനെയല്ല, നമുക്ക് സിനിമ നമ്മുടെ ഒരു നല്ല സമയമാണെന്നുള്ള സിനിമ നമുക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്കറിയാത്ത കുറേ പേര് നമ്മളിലേക്ക് വരും, അവർ നമ്മളെ വിളിക്കും, അവർ നമ്മളെ കൊണ്ടു നടക്കും, അവർ നമ്മളെ ഒരുപാട് ബഹുമാനിക്കും, നമ്മളെ സ്നേഹിക്കും. അപ്പം നമ്മൾ വിചാരിക്കും നമ്മളില്ലാതെ ഇനി സിനിമയില്ല. ഞാനങ്ങനെ ആയെന്നല്ല പറയുന്നത്, ഒരുപാട് പേര് അങ്ങനെ ഉണ്ട്. അപ്പോൾ എനിക്കും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഒരു സമയത്ത് സിനിമയിൽ. ഞാനൊരു വർഷം 18 സിനിമകളൊക്കെ ചെയ്ത വർഷങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ അടുത്ത് താങ്കൾ പറഞ്ഞതുപോലെയാണ്, ഈ വളരെ ഒരു 2-3-4 വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് തന്നെ ഒരു തിരിച്ചറിവുണ്ടായത്. ഞാനിപ്പോൾ സിനിമയിൽ ചെയ്യുന്നത് ആക്ച്വലി ഇത് മാത്രമല്ല ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതല്ല എൻ്റെ സ്പേസ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇനിയും നമുക്ക് എന്തെങ്കിലും സിനിമയിൽ ഇനിയും ആവണം. അതിന് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കണം. ഇത്രയും നാൾ നമ്മളറിയാതെ ഒരുപാട് സിനിമ നമുക്ക് തന്നു, നമുക്ക് കുറേ ക്യാരക്ടേഴ്സ് തന്നു. ദൃശ്യം പോലൊരു സിനിമ, എനിക്ക് ഒരു പരിചയമില്ലാത്ത ജിത്തു ജോസഫ് എന്ന് പറയുന്നൊരു ഫിലിം മേക്കർ മൈ ബോസും ദൃശ്യം പോലൊരു സിനിമ ഞാനൊന്നും ഒട്ടും സ്ട്രെയിൻ ചെയ്തിട്ടില്ല ആ ഒരു അവസ്ഥയിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട്. അതെല്ലാം ദൈവാനുഗ്രഹിച്ച് ദൈവമായിട്ട് കൊണ്ട് തന്നതാണ്, സിനിമ തന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നമ്മൾ ശരിക്കും നമ്മൾ എത്തിപ്പെടേണ്ട ഒരു സ്പേസ് ഇനിയും ഉണ്ട് ഒരുപാട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ഇനിയും നമ്മൾ ചെയ്യണം എന്ന് മനസ്സിലാക്കിയിട്ട് ഞാനിപ്പോൾ ആ ഒരു പീരീഡിലാണ് ഇപ്പോൾ ആക്ച്വലി സത്യം പറഞ്ഞാൽ. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ആട്ടം എന്ന് പറയുന്ന സിനിമയൊക്കെ. മനസ്സിലായി. വിനയ് വിളിച്ച് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ ചേട്ടാ ഇത് വളരെ ബഡ്ജറ്റ് കുറച്ച് നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ ചെയ്യുന്ന സിനിമയാണ്. അപ്പോഴും വിനയ് പോലൊരു ആക്ടർ വിളിക്കുമ്പോൾ ആ സിനിമയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുകയും ആനന്ദ് ദേവർഷി പോലൊരു പുതിയ ഡയറക്ടർ ഒരു സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യുമ്പം ഇതിലൊരു നല്ല സിനിമയുണ്ടെന്ന് മനസ്സിലാക്കിയതിൻ്റെ പ്രധാന കാരണം എൻ്റെ ആ ചിന്തകളാണ്. മനസ്സിലായില്ലേ? മുൻപുണ്ടായിരുന്ന ആ ചിന്തകളിൽ നിന്ന് മാറിയിട്ട് മുൻപ് നമുക്ക് പൈസ നമ്മളെ ആവശ്യമുണ്ടല്ലോ, അപ്പം നമുക്ക് പൈസ ചോദിക്കാം. മനസ്സിലായില്ല? അപ്പം നമുക്ക് ഇത്ര രൂപ ഉണ്ടെങ്കിൽ നമ്മൾ വരാൻ പറ്റും, ഇത്ര രൂപ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതിനപ്പുറം നമ്മൾ പൈസ മാത്രമല്ല, സാമ്പത്തികം മാത്രമല്ല, ഒരു നല്ല സിനിമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നല്ല ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മളൊരു നല്ല സമ്പത്തുണ്ടാക്കി വെക്കുന്നതിനെ കഴിഞ്ഞൊക്കെ വാല്യുള്ളൊരു കാര്യമാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു യാത്രയുണ്ട്. ആ യാത്രയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നമുക്ക് കണ്ടിന്യൂസ് സിനിമകളുണ്ടായിരിക്കില്ല, മനസ്സിലായില്ലേ? നമുക്ക് മുൻപെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ 18 സിനിമകളൊക്കെ നമുക്ക് തന്നെ അറിഞ്ഞുകൂടെ ഏത് സിനിമകളോ ചെയ്യുന്ന. ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനോട്ട് പോകുന്നു, അവിടുന്ന് രാത്രി പോകുന്നു, അങ്ങനെ ഓടി നടന്ന് സിനിമകൾ ചെയ്തിട്ടുള്ള സമയമാണ്. പക്ഷേ ഇപ്പം നമ്മൾ വളരെ റിലാക്സ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറിനെ നമ്മൾ അറിഞ്ഞ് ആ സിനിമയെ നമ്മൾ നന്നായിട്ട് അറിഞ്ഞ് അതിലെ
ഡയറക്ടർ മുതൽ ആ ക്രൂവിലുള്ള ഓരോരുത്തരെയും നമ്മൾ ഫീൽ ചെയ്തിട്ടാണ് ഇപ്പോൾ ഓരോ സിനിമകളും ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പം അതിൻ്റെ ഒരു സുഖം വേറൊരു സുഖമാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാനൊരു സിനിമാക്കാരനാണെന്ന് പറയാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു പീരീഡിൽ തന്നെ. അതോടൊപ്പം ഉള്ളത് ഈ ഭ്രമയുഗം കാണുന്ന സമയത്ത് മമ്മൂക്ക എന്ന് പറയുന്ന ആക്ടർ എത്രത്തോളം ആക്ടിങ്ങിന് വേണ്ടിയിട്ട് സമർപ്പിക്കപ്പെടുന്നുണ്ട്. അത് കാശിന് അല്ല പണിയെടുക്കുന്നത്, അതിൻ്റെ ഒരു ക്രൈസ് എന്ന് പറയുന്നത്, ഹൈ എന്ന് പറയുന്നത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നതെന്ന് ആ മനുഷ്യൻ കാണിക്കുന്നുണ്ട്. അവിടെ നിന്നിട്ടാണ് നമ്മൾ സിനിമയെക്കുറിച്ചുള്ള ബോധ്യം ചെറുപ്പക്കാർ പോലും ഉണ്ടാക്കുന്നത്. ഈ മനുഷ്യൻ ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പാതിയെങ്കിലും ചെയ്യേണ്ടതെന്ന് ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ നമ്മളെ മാറ്റം, സിനിമയിൽ മാറ്റം വരുന്നുണ്ട്. പലതരത്തിലുള്ള സമവാക്യങ്ങളിലൂടെ സിനിമ കുറച്ചുകൂടെ വളരുന്നുണ്ട്, മലയാള സിനിമയും വളരുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഈ പ്രൊഡക്ഷൻ യൂണിറ്റുകളോ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന, ഇപ്പം കമലഹാസൻ സാറൊക്കെ ചെയ്യുന്നത് പോലെ അതിനെ സിനിമയെ നമ്മുടേതായ രീതിയിൽ ഗതി തിരിച്ചു വരുന്ന ഒരു യൂണിറ്റായിട്ട് മാറുന്നുണ്ട്. പലരും അങ്ങനെയാണ് ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലൂടെയൊക്കെ പോവേണ്ട സമയത്തിലേക്ക് വന്നിട്ടില്ലേ, ഒരു ട്വിസ്റ്റ് വേണ്ടേ? അങ്ങനെ ഒരു യൂണിറ്റായിട്ട് നിന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ചില സിനിമകൾ കൂടെ മേക്ക് ചെയ്തെടുക്കേണ്ട സമയത്തൂടെ അല്ല? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വലിയ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അതിനുവേണ്ടി എൻ്റെ ശ്രമങ്ങൾ കുറേ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ആക്ടിങ് മാത്രമല്ലാതെ നമ്മുടെ ഒരു സിനിമ നമ്മൾ ചെയ്തു, ഇനിയും നമ്മൾ സിനിമകൾ ചെയ്യണം. മറ്റ് ഡയറക്ടേഴ്സിന് വേണ്ടി ഞാനിപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ദീവനച്ചോട്ടനെ ഒരെണ്ണം സംഭവിക്കുമെന്ന് വിചാരിക്കുന്ന ഒരു നല്ല സിനിമയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ബാക്കി സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്ക്രിപ്റ്റാണ് ഞാൻ. അതിൻ്റെ കഥ എഴുതിയിട്ടുള്ളത് വേറെ 2 അടുത്ത് വന്ന അതിൻ്റെ അനൗൺസ്മെൻറ്റ് പുറകെ വരും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഓപ്പണായിട്ട് പറയാത്തത്. ഈ അടുത്ത് കുറേ നല്ല സിനിമകൾ ചെയ്ത റൈറ്റേഴ്സാണ് അതിൻ്റെ കഥ. ഞാനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്, ഡയറക്ടർ വേറൊരാളാണ്. ഒരു മെയിൻ ഹീറോ ആയിരിക്കും അതിനകത്ത് ഹീറോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്താണ്, നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് പ്രൊഡക്ഷൻ പരിപാടികൾ നമ്മുടെ മനസ്സിലുണ്ട്. അതിൻ്റെ ഡിസ്കഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും അൾട്ടിമേറ്റ് നമ്മുടെ ജീവിതം സിനിമയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയ്ക്കുള്ളിൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ആ സിനിമയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ മാക്സിമം സിനിമയ്ക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യുക, ട്രൈ ചെയ്യുക. പിന്നെ നമ്മൾ നമ്മുടെ 100% കൊടുക്കുക. പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല. ഒരു കാര്യം, ഈ കലാഭവൻ ചേട്ടൻ ഒരു ഇൻസ്പിറേഷനാണ്. കലാഭവൻ ചേട്ടൻ നമുക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആവുന്നതെന്ന് വെച്ചാൽ ആ അർത്ഥത്തിൽ അന്ന് സിനിമ ആ മുഖത്തെ അങ്ങനെ ആയിരുന്നില്ല സാധാരണഗതിയിൽ അത്തരം മുഖങ്ങളെ പ്ലേസ് ചെയ്തിരുന്നത്. അവിടെയാണ് മണിച്ചേട്ടൻ്റെ ഒരു പുതിയ ഒരു സംഗതി കൊണ്ടുവരുന്നത്. ഇല്ലെങ്കിൽ ഒരു നായക പരിവേഷത്തിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് മണിച്ചേട്ടൻ എത്തുമ്പോൾ മണിച്ചേട്ടൻ വെട്ടിത്തുറന്ന ഒരു വാതിലുണ്ട്. ആ വഴി നമുക്ക് പലർക്കും കടക്കാൻ തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ അത്തരം ഒരു വാതിൽ കൂടെയാണ് ഇപ്പോൾ ഡാർക്ക് സ്കിന്നുള്ള ആൾക്കാരെയൊക്കെ ഒരു ഘട്ടത്തിൽ സിനിമ എങ്ങനെയായിരുന്നു സമീപിച്ചിരുന്നത്, ഏത് ക്യാരക്ടേഴ്സിനെയാണ് അവർക്ക് കൊടുക്കേണ്ടതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി മറിയുന്ന സിനിമകൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഈ പറയുന്ന പോലെ സ്വകാര്യമായി പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു നല്ല വഴിയും കൂടെയാണ് മണിച്ചേട്ടൻ തുറന്നിട്ട്. മണിച്ചേട്ടൻ ഓർക്കുമ്പോൾ സിനിമയിൽ അത്തരം വഴികൾ ഇപ്പോൾ കൂടുതൽ തുറന്നു വരുന്നുണ്ട്. പുതിയ സംവിധായകർ വരുന്നുണ്ട്, അവർ മനസ്സിലാക്കുന്നുണ്ട് എന്താണെന്നുള്ളതും ബാക്കിയുള്ളവർ അഡ്രസ്സ് ചെയ്യാനും അറിയാം, എല്ലാവരെയും ഒരേപോലെ കാണാനും അറിയാം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ അത് സഹായമാവില്ല, ഒരു നായക വേഷത്തിലേക്കൊക്കെ എത്താൻ കഴിയില്ലേ? തീർച്ചയായും മണിച്ചേട്ടൻ ഇവിടെ ഒരു തരംഗമായതിനു ശേഷമാണ് ഞാനടക്കമുള്ള ഒരുപാട് പേർക്ക് നമുക്കും നാളെ ഒരു സാധ്യതയുണ്ട്. അതുവരെ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സിനിമയിലൊക്കെ വന്നാൽ കൊള്ളാം, ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മണിച്ചേട്ടൻ ഒരു വലിയൊരു വാതിൽ ഈ പറഞ്ഞ പോലെ തുറന്നിട്ടിട്ട് അങ്ങ് അറമാദിച്ചിട്ടാണ് അദ്ദേഹം പോയത്. മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് നാളെ ഒരു നായകനാകാൻ പറ്റും. നമ്മളെ ആളുകൾ ഇഷ്ടപ്പെടും. അതിന് ഈ നിറമോ അല്ലെങ്കിൽ അതിനകത്ത് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഹൈറ്റോ ഒന്നും അതിനൊരു മാനദണ്ഡമല്ല. മനസ്സിലായില്ല. ജനങ്ങൾ നല്ലതിന് സ്വീകരിക്കാൻ തയ്യാറായിട്ടാണ് അവർ നിൽക്കുന്നത്. അവർക്ക് വ്യത്യസ്തതയുള്ള നല്ല കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരിതൊന്നും നോക്കില്ല. അവർക്ക് ഏറ്റവും നല്ല കോണ്ടൻറ്റുകൾ അവർക്ക് കൊടുക്കുക, അതിൽ ആരഭിനയിക്കുന്നു എന്നുള്ളതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അവർക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം അഭിനയിച്ച സിനിമകളെല്ലാം ഇവിടെ സൂപ്പർ ഹിറ്റ് ആവണം, അങ്ങനെ ആവുന്നില്ലല്ലോ. ഇപ്പം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അവർക്ക് വ്യത്യസ്തത എന്ന് തോന്നുന്ന കോണ്ടൻറ്റുള്ള സിനിമകൾ വരുമ്പോഴാണ് അവരത് സ്വീകരിക്കുന്നത്. അപ്പം അത് ആര് കൊടുത്താലും അവർ സ്വീകരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. ആ മാറ്റത്തിനൊപ്പം നിൽക്കാനായിട്ട് നമ്മുടെ സീനിയേഴ്സ് അടക്കം ഉള്ളവരിപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം മമ്മൂക്കയുടെ അടുത്ത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ മമ്മൂക്കയുടെ ഇപ്പം അടുത്ത് വന്നിട്ടുള്ള ഏതെങ്കിലും പോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ചുറ്റിനിരിക്കുന്ന എല്ലാ യങ്സ്റ്റേഴ്സ് ആയിരിക്കും, എല്ലാം പുതിയ പിള്ളേർ. അത് വേറൊരു ലെവല് പരിപാടിയാണ് മമ്മൂക്ക. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ ഇത് പറഞ്ഞു വന്നത് ഇതുമായിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പം മമ്മൂക്കനൊക്കെ കണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അദ്ദേഹം വലിയൊരു പാഠമാണ് മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരാൾ. നിങ്ങൾ എന്തൊക്കെ ചെയ്താൽ നിങ്ങളിവിടെ ഉണ്ടാവും എന്ന് നമുക്ക് പറഞ്ഞു തരാനുള്ളൊരു വലിയൊരു ടെക്സ്റ്റ് ബുക്കാണ് മമ്മൂക്ക എന്ന് പറയുന്ന ആൾ. നിങ്ങൾ എങ്ങനെ പോയാൽ
നിങ്ങൾക്ക് എന്നും നിങ്ങളുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് മലയാള സിനിമയിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് മമ്മൂക്ക എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും മമ്മൂക്കയുടെ ഒരുപാട് സിനിമകളിലുണ്ടെങ്കിലും അൻവർ റഷീദിൻ്റെ രാജമാണിക്യം അത് നമുക്ക് തരുന്ന ഒരു ഓളം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം എന്ന് വെച്ചാൽ കമേഴ്സ്യൽ സക്സസ് ആണ് നമ്മളെ ഇൻഡസ്ട്രിയിൽ നിലനിർത്തുന്നത്. നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ഇത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജോലി എന്ന് പറയുന്നത്. അൻവർ റഷീദ് സ്കൂളിൽ പോയി അഭിനയിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ഇത് കാണുമ്പോൾ, വർക്ക് കാണുമ്പോൾ, ഇല്ലെങ്കിൽ തോട്ട്സ് കാണുമ്പോൾ എന്തായിരുന്നു ശരിക്കും അവിടെ നിന്നൊക്കെ പഠിച്ച പാഠങ്ങൾ? അല്ല, അൻവർ പണ്ട് മുതലുള്ള സുഹൃത്താണ്. അപ്പം ഈ പറയുന്ന പോലെ അൻവർ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു CID മൂസയിലും അതിന് മുൻപുള്ള സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നപ്പോൾ മുതലുള്ള പരിചയമാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു സൗഹൃദമുണ്ട് അൻവറുമായിട്ട്. ഇപ്പോൾ ഈ അടുത്ത് അൻവറിൻ്റെ സിനിമകളിൽ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ചോദിച്ചാൽ അൻവറുമായിട്ട് നല്ല സൗഹൃദം. അപ്പോൾ അൻവർ ആദ്യം ചെയ്തത് അണ്ണൻ തമ്പിയാണെന്നുണ്ടെങ്കിലും രാജമാണിക്യമാണെന്നുണ്ടെങ്കിലും ഒക്കെ ഞാനതിലുണ്ടായിരുന്നു. അപ്പം അൻവർ വിളിച്ച് പറയാം, അല്ലെങ്കിൽ ഒരു ചെറിയ പരിപാടിയാണ് കേട്ടോ, അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്ന് വിളിച്ച് പറയുമ്പോൾ തന്നെ നമുക്കറിയാം. പിന്നെ ഈ പറയുന്ന പോലെയാണ് നമുക്ക് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം ഇവർ നാളെ ഒരു സംഭവമായിരിക്കും കേട്ടോ, ഇവരൊരു പരിപാടി നാളെ ചെയ്യും. അപ്പം അങ്ങനെയുള്ളവർ ഒരു സീനിൽ വിളിച്ചാൽ ഒരു ഷോട്ടിൽ വിളിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് അഭിനയിക്കുമ്പോൾ നമുക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. രാജമാണിക്യത്തിലും അൻവർ വിളിച്ചതാ പറഞ്ഞാൽ ഒരു ചെറിയ പരിപാടിയുണ്ട്, പക്ഷേ നമുക്കായിട്ട് കോമ്പിനേഷൻ ഉണ്ട്, നിനക്കത് ഗുണം ചെയ്യും, വന്ന് ചെയ്താൽ ഗുണം ചെയ്യും. അപ്പം നമ്മൾ ആ സമയത്ത് ഇങ്ങനെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൂടുതൽ മനസ്സിലായി. അപ്പോൾ അൻവറിൻ്റെയൊക്കെ ടെൻഷൻ അതാണ്, നമ്മൾ പ്രോഗ്രാം ഉണ്ടാവുമോ, ഞാൻ അതിന് പോയിക്കളോ എന്നൊക്കെ. അപ്പം പറഞ്ഞാൽ നീ പ്രോഗ്രാമിന് പോകരുത്, ഉണ്ടെങ്കിലും വന്ന് ചെയ്യണം. അങ്ങനെ ചെയ്തൊരു സിനിമയാണ് രാജമാണിക്യം. അതൊരു അൻവറിനെ പോലെയൊക്കെ ആ സമയത്ത് അങ്ങനെ ഗട്ട്സായിട്ടൊക്കെ നിന്ന് സംസാരിക്കുന്ന ഒരു ഡയറക്ടറൊക്കെ അത്ഭുതമാണ്. അണ്ണൻ തമ്പിയാണെന്നുണ്ടെങ്കിൽ രാജമാണിക്യാണെന്നുണ്ടെങ്കിലും അതിപ്പോൾ ആരുടെ മമ്മൂക്കയുടെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോഴും ഞാൻ ചില ഡയറക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, മമ്മൂക്കയുടെ മുമ്പിൽ ചെന്നൊരു അഭിപ്രായം പറയാൻ പേടിയുണ്ട്. പക്ഷെ മമ്മൂക്ക അങ്ങനെ ഒരാളെ അല്ല. മമ്മൂക്ക പറയുന്നത് എന്നോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലേ എനിക്കിത് മനസ്സിലാവുള്ളൂ. അടുത്ത മമ്മൂക്കയുടെ കൂടെ ഞാൻ ലാസ്റ്റ് അഭിനയിച്ചൊരു സിനിമയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്, ഈ ഡയറക്ടറിന് മമ്മൂക്കയുടെ ചെന്ന് അവിടെ ചെന്ന് ഇരിക്കണം, ഇരുന്നിട്ട് ശേഷം കാലെടുത്ത് കാലുമേൽ വെക്കണം എന്നാണ് ഷോട്ട്. പക്ഷെ കാലെടുത്ത് കാലുമേൽ വെക്കണം എന്നുള്ള കാര്യം മമ്മൂക്കയുടെ അദ്ദേഹം പറഞ്ഞില്ല. മമ്മൂക്ക വന്നു, കസേരയിൽ വന്നിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മമ്മൂക്ക ഓർത്ത് ഷോട്ട് നിന്ന് മമ്മൂക്ക അങ്ങ് എഴുന്നേറ്റു. എന്നിട്ട് ഈ ഡയറക്ടറിന് ഒന്ന് പറയാൻ പേടി, 1 more എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് പറയാൻ പേടിയാണ്. അപ്പം ഞാനൊക്കെ അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഡയറക്ടർ പയ്യെ കറങ്ങി വന്ന് നമ്മളോട് ഒന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനോടെ കാണുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ന് പറയാം, എനിക്ക് പേടി, ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 1-2 പേര് നമുക്ക് ഇങ്ങനൊരു സാധനോടെ കാണും. പിന്നെ അവനെന്നാ പറയാൻ പറ്റില്ല, അവന് ഒന്ന് പറഞ്ഞാൽ ഞാൻ അവനെ തിന്നു എന്ന് ചോദിച്ചിട്ട് അവനെ വിളിച്ച് 2 ചീത്തയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനൊക്കെ ആയി നമ്മളോട് പറഞ്ഞിടാ, ഇതൊന്ന് പറഞ്ഞാലല്ലേ നമുക്കറിയുള്ളൂ. അപ്പം അങ്ങനെ അൻവറിൻ്റെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം മുഖത്ത് നോക്കി അത് ഒരു ക്ലാരിറ്റി ഉണ്ട് നമ്മൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ച്. അതാണ് അതിൻ്റെ ഒരു വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അൻവറിൻ്റെയൊക്കെ എന്താണ്, നമ്മൾ ഇപ്പോഴിങ്ങനെ നമ്മൾ വെയിറ്റിംഗ് ആണ്, അൻവറിൻ്റെ അടുത്ത പടം ഏതാണ് എന്നുള്ളത് നമ്മൾ വെയിറ്റിംഗ് ആണ്. അതൊക്കെ നമുക്ക് തുടക്കത്തിൽ അറിയാം, ഇതിനൊക്കെ അപ്പുറം പോകേണ്ട ആളാണ് അൻവർ റഷീദ് എന്ന് പറയുന്നത്, ഫിലിം മേക്കർ. ഈ മിമിക്രി പറയാൻ കഴിയുന്നവർക്ക് ചുറ്റും എപ്പോഴും ആൾക്കാർ കൂടും, ഒരു സർക്കിൾ ഉണ്ടാക്കും. പക്ഷേ കലാഭവൻ ഷാജോൺ പലപ്പോഴും ആ ഒരു സർക്കിളിനെ പല രീതിയിലും ഉപയോഗിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അങ്ങനെയാണ് അഭിപ്രായം ഉള്ളതെന്ന് തോന്നുന്നു. കാരണം അതിനെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ടം ഉണ്ടാക്കുകയോ ചെയ്യാതെ പണി കഴിഞ്ഞ് വീട്ടിൽ പോകുന്നൊരു സ്വഭാവം, ഇല്ലെങ്കിൽ അത്തരം ഒരു ഡിസിപ്ലിൻ പാലിക്കാറുണ്ട്. അങ്ങനെ അല്ലാത്ത തരത്തിലല്ലേ പലപ്പോഴും ചാൻസസ് ഒക്കെ കൂടുതൽ വരാൻ സാധ്യതയുള്ളൂ. കാരണം ഇത്രയും നല്ലൊരു കലയുണ്ട്, ആരാണെങ്കിലും കൂടെ നിന്നാൽ ചിരിപ്പിക്കാനോ ഇല്ലെങ്കിൽ അടുപ്പിച്ച് നിർത്താനോ കഴിയുന്ന ഒരു കൂട്ടം ഉണ്ടാക്കാനുള്ളൊരു മിടുക്കുണ്ട്. അത്തരം ഒരു ക്രിയേറ്റിവിറ്റി എപ്പോഴും ഉണ്ട്. ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഉള്ളൊരു സാധനമാണ് അത്. മിമിക്രി ആണ് പ്രധാനമായിട്ട് അതിനെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നത്. എന്നിട്ടും അങ്ങനെ ഉള്ള സർക്കിളുകൾ വികസിപ്പിച്ചാണോ സിനിമയിൽ പോകുന്നത്, അതല്ലാതെ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താണോ ഇങ്ങനെ നിൽക്കുക? അല്ല, അത് ഡിസിപ്ലിൻ എന്നൊരു വേർഡ് താങ്കൾ ഉപയോഗിച്ചു, പക്ഷേ അത് ഡിസിപ്ലിൻ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷേ ഞാൻ അതിനെ കാണുന്നൊരു ഡിസിപ്ലിനായിട്ടാണ്. പക്ഷെ അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രൊഫഷനിൽ അത് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ടോ ദോഷം ചെയ്തിട്ടുണ്ടോ എന്നൊന്നും ഞാൻ ബോധേഡല്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെ പോകാൻ തന്നെയാണ് എനിക്ക് അന്നും ഇന്നും ഇഷ്ടം. പറഞ്ഞാൽ നമ്മുടെ മിമിക്രിയുടെ തുടക്കത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം ഉള്ള ഇപ്പോൾ സുരാജ് ആണെന്നുണ്ടെങ്കിലും മണിച്ചേട്ടനാണെന്നുണ്ടെങ്കിലും സലിമേട്ടനാണെങ്കിലും ഹരിശ്രേഷ്ഠൻ, ഇവരെല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരു സദസ്സിനെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ കഴിവുള്ളവരാണ്. എനിക്ക് അങ്ങനെ ഒരു കഴിവുള്ള ഒരാളല്ല. എനിക്ക് അത്രയ്ക്കും ഈ പറഞ്ഞ പോലെ നമുക്കൊരു വൈബുണ്ട്, ആ വൈബ് ഉള്ളവരുമായിട്ട് സംസാരിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ കേൾക്കാനാണ് താല്പര്യം. അല്ലെങ്കിലും ഞാൻ ഒരു കേൾവിക്കാരനാണ്. മറ്റുള്ളവർ പറയുന്നത് ഇങ്ങനെ കേട്ടിരിക്കുക, തമാശകൾക്ക് ചെറിയ തമാശ മതി ഞാൻ ഭീകരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് പൊട്ടിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. ചെറിയ തമാശ മതി എനിക്ക് ചിരിക്കാനായിട്ട്. പക്ഷെ അങ്ങനെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കാൻ എനിക്ക് അത്ര ക്ലോസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേ പറ്റാറുള്ളൂ. കൂടുതലും എൻ്റെ ഭാര്യയും മക്കളുമാണ് നേരെ ആവാറുള്ളത്. കൂടുതലും കാര്യം ഞാൻ കൂടുതൽ സമയം വീട്ടിൽ തന്നെ ആയതുകൊണ്ട്. അതല്ലെങ്കിൽ നമുക്ക് അത്ര ക്ലോസ് ആയിട്ടുള്ളൊരു കമ്പനി ആയിരിക്കണം.
അതല്ലെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ എല്ലാ സദസ്സിലും പോവുക, അവരെല്ലാവരെയും ചിരിപ്പിക്കുക, അവരെല്ലാവരും ഹാൻഡിൽ ചെയ്തിട്ട് അതിനകത്തൊരു എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ഒരാളാവുക എന്നൊക്കെ അവർ ഓർത്ത് വെക്കും. അവർ ഓർത്ത് വെക്കും. എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും അത് പറ്റാറില്ല. ഈ അവസരങ്ങൾ തന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ വളരെ പുറകോട്ടായിരുന്നു കുറച്ച് മുൻപ് വരെ. കാര്യം നമുക്കത് വിളിക്കുമ്പം അത് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമോ, അല്ലെങ്കിൽ അവർ നമ്മളെ എങ്ങനെയാണ് അവരതിപ്പോൾ കാണുന്നത്, എങ്ങനെയായിരിക്കും, അല്ല നമ്മൾ വിളിക്കുന്നൊരു സിറ്റുവേഷൻ ഏതായിരിക്കും, അത് ശരിയുള്ള സിറ്റുവേഷനില്ല. അപ്പോൾ അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഞാൻ ഈ പറഞ്ഞ ഈ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ സൗഹൃദം എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പുതിയൊരു ഡയറക്ടർ ആണെങ്കിൽ കൂടി ഞാൻ അവരോട് ഓപ്പണായിട്ട് പറയും, എനിക്ക് നിങ്ങളുടെ സിനിമയിൽ ഭാഗമാണെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ, നിങ്ങൾക്കൂടെ ആപ്റ്റായിട്ട് തോന്നുന്ന സിനിമകളിലോട്ട് എന്നെയും കൂടി ഒന്ന് കൺസിഡർ ചെയ്യണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഓപ്പണായിട്ട് ഞാൻ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ. പക്ഷേ മറ്റത് എന്നെ സംബന്ധിച്ച് ഞാൻ ഓക്കെയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനില്ലാത്ത സിനിമകളുടെ ഫംഗ്ഷനുകളിൽ ഞാൻ വളരെ കുറവേ ഉണ്ടാവാറുള്ളൂ. ഒരു ഒരു പാർട്ടി പരിപാടികളിലൊന്നും ഞാനങ്ങനെ പോകാറില്ല. ഞാൻ ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ ഞാൻ വീട്ടിലായിരിക്കും. വീട്ടിൽ നിന്ന് പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ജോലിയിലോ ഡിസ്കഷനിലോ കാര്യങ്ങളിലോ ആയിരിക്കും. അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഞാനൊരു കുടുംബനാഥനാണ്, അല്ലെങ്കിൽ കുടുംബസ്ഥനാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാനത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് 1 മാസമോ 2 മാസമോ സിനിമയില്ലെങ്കിൽ ഒരിക്കലും ഞാനൊരു ടെൻഷൻ അടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ലെങ്കിൽ ആരും എനിക്ക് സിനിമയില്ല ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ വൈഫിനെ ടെൻഷൻ അടിപ്പിക്കുക, പിള്ളേരെ ടെൻഷൻ അടിപ്പിക്കുക, സുഹൃത്തുക്കളെ വിളിച്ച് നിങ്ങളുടെ അടുത്ത് എന്നെ വെച്ചേ പറ്റുള്ളൂ, എനിക്ക് സിനിമയില്ല എന്നെ വെക്കണം, അങ്ങനെ ആരെയും ഞാൻ പ്രഷർ ചെയ്യാറില്ല. ഞാൻ വീട്ടിലിരിപ്പാണെങ്കിൽ ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അടിപൊളി. ഇപ്പോൾ ഈ സഹദേവന് ശേഷം സഹദേവൻ ചായ എല്ലായിടത്തും കിടപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ കാണുമ്പോൾ ആദ്യം ചിന്തിക്കുക അത്തരം ഒരു ക്യാരക്ടറിൻ്റെ മാനറിസംസ് ഒക്കെ ആയിരിക്കും. കലാഭവൻ ഷാജോൺ അത് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ആയിരിക്കും അന്വേഷിക്കുക. ഇതേപോലെ തന്നെ കുറേ ചെയ്ത കഥാപാത്രങ്ങളുടെ ഒരു ഷെയ്ഡ് വെച്ചിട്ടാണ് ആട്ടത്തിൽ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുമ്പോൾ നമ്മൾ കൂടുതൽ രസമായിട്ട് ആർട്ടിസ്റ്റിനെ ആഘോഷിക്കുന്നത്. അതിലൊരു ആർട്ടിസ്റ്റായിട്ട് വരുമ്പോൾ അങ്ങനെയാണല്ലോ, കാമിയോ റോൾസിൽ വരുന്നത് പോലെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു ഗുണകരമായ ഒരു സംഗതിയാണ്. പക്ഷേ ഈ ഷാജുവിൻ്റെ ഇപ്പോഴത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴോ പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴോ ഒക്കെ ഈ പറയുന്ന ഈ സഹദേവൻ എന്ന് പറയുന്ന പോലീസുകാരൻ പ്രശ്നമാണ്. അത് എവിടെയെങ്കിലുമൊക്കെ തേടാൻ ശ്രമിക്കും. അതിനെ മാറ്റിപ്പിടിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം നടത്തും. ഞാൻ ശ്രമിക്കാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ നോക്കുന്നത് ഈ ദൃശ്യം സിനിമയിലെ പോലത്തെ സീക്വൻസുകൾ ആ സിനിമയിലുണ്ടോ എന്നാണ് ആദ്യം നോക്കുന്നത്. അതുണ്ടെങ്കിലാണ് ഏറ്റവും കുഴപ്പം. ഇപ്പം നമ്മൾ ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു സീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തല്ലിയിട്ട് ഉപദ്രവിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരുടെ നിന്നും ഇൻട്രോഗേഷൻ കാര്യങ്ങളുണ്ടെങ്കിലാണ് കൂടുതലും അത് വരിക ദൃശ്യമായിട്ട് പെട്ടെന്ന്. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില സീക്വൻസുകൾ നമ്മൾ ഒരാളോട് ദേഷ്യപ്പെടുമ്പോഴോ അതിനകത്ത് അങ്ങനെയുള്ള സീക്വൻസുകൾ ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സീക്വൻസുകളിൽ എങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഞാനൊന്ന് ആലോചിച്ചിട്ട് ഞാനത് ഡയറക്ടറായിട്ട് ചോദിക്കാറുണ്ട്. ഞാനത് ആ സമയത്ത് ഇത്രയും ദേഷ്യപ്പെടണോ, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ പോരെ, അത് ഞാൻ ദൃശ്യത്തിനകത്ത് അത്രയും ദേഷ്യപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ അതിങ്ങനെ ഇവിടെ ഇച്ചിരി ഹ്യൂമർ കലർത്തി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ചില ഡയറക്ടേഴ്സിന് വേണ്ടത് അതാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡയറക്ടറാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറയും ചിലപ്പോൾ ദൃശ്യമായിട്ട് കുഴപ്പമില്ല, നമുക്ക് അതാണ് വേണ്ടത്, അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ നോക്കിക്കോ, ആ നോട്ടമാണ് ഇവിടെ വേണ്ടത്, അല്ലെങ്കിൽ ഇവിടുത്തെ ആ ഒരു കടിയുണ്ടല്ലോ അത് നമുക്ക് ഈ ഷോട്ടിൽ വേണം. അപ്പം ഞാൻ പറയും അത് ദൃശ്യമായിട്ട് ചിലപ്പോൾ അത് സിമിലായിട്ട് തോന്നില്ല, അത് കുഴപ്പമില്ല, അത് നമുക്ക് വേണം, അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ ഒരു പക്ഷേ തിയേറ്ററിൽ ജനം അത് എൻജോയ് ചെയ്തേക്കാം, അപ്പം നമുക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുമുണ്ട്, ബോധപൂർവം ചെയ്യാറുമുണ്ട്, മാക്സിമം നമ്മളൊന്ന് മാറ്റി പിടിക്കാറുണ്ട്. എങ്കിലും സ്പൂഫായിട്ട് ഉപയോഗിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ആ ക്യാരക്ടർ ഷെയ്ഡിലേക്ക് വന്ന കുഴപ്പമാണ്. ഇപ്പോൾ നമ്മൾ രാമേന്ദ്രൻ CID ഒളിപ്പിച്ച് വെച്ചേക്കാണ്, CID ഒളിച്ചാണല്ലോ നിൽക്കുന്നത്. CID രാമചന്ദ്രൻ SI എത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. അതിൽ അന്വേഷണമാണോ പ്രധാനം? ഇയാളുടെ മാനറിസംസും സാധനങ്ങളൊന്നും പ്രശ്നമല്ലായിരിക്കും, സ്മൂത്ത് അന്വേഷണമാണോ? സ്മൂത്ത് അന്വേഷണമാണ്. അത് ഈ പറയുന്നത് പോലെ ഇദ്ദേഹം ഒരു 33 വർഷമായിട്ട് പോലീസിൽ ജോലി ചെയ്തിട്ട് SI ആയിട്ട് ജോലി ചെയ്തിട്ട് ഒരു പെട്ടെന്നൊരു ദിവസം ജോലിയിൽ നിന്നും റിട്ടയർ ആവുന്നു. അപ്പോൾ അത് കഴിഞ്ഞുള്ളൊരു ട്രോമയാണ്. എൻ്റെ ചാച്ചൻ പോലീസുകാരനായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനത് അടുത്ത് നിന്ന് ഫീൽ ചെയ്ത ഒരാളാണ്. ചാച്ചൻ റിട്ടയർ ചെയ്തു, നെക്സ്റ്റ് വീക്കിൽ തന്നെ എൻ്റെ ചാച്ചൻ മുറുക്ക് തുടങ്ങുന്നു. അതായത് പ്രായമായി എന്നുള്ളൊരു ഫീൽ ഉള്ളിലോട്ട് കയറിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മച്ചി ചോദിക്കും, ചാച്ചൻ എന്തിനീ മുറുക്കുന്നത്, ഇനി വേണ്ട അതെന്ത് മുറുക്കണ്ടെന്ന് പറയുമ്പോൾ ചാച്ചൻ പിന്നെയും അമ്മച്ചി കാണാതെ പോയി മുറുക്കിയിട്ടൊക്കെ വരിക. അപ്പം പ്രായമായി, ഇനിയിപ്പോൾ വീട്ടിൽ ഇരിക്കണം, ഇനിയിപ്പോൾ ഒരു ജോലിക്കും പോകാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഫീല് ചാച്ചന് വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്കൊന്ന് പോലീസിൽ മാത്രമല്ല, ഒരുമാതിരി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ജോലി ചെയ്തിട്ട് റിട്ടയർമെൻ്റ് ഉള്ള എല്ലാ ജോലിക്കും അത് ബാധകമാണ്. ഇനിയിപ്പോൾ നമ്മളെ കൊണ്ടൊന്നിനും പറ്റില്ല, ഇനിയിപ്പോൾ നമ്മളൊരു സൈഡിലായിട്ട് അടുത്ത ഒരു അസുഖം വരുന്നു, പിന്നെ നമ്മളങ്ങ് പോകുന്നു, ഇതൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് ഈ രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളും. അദ്ദേഹം ഈ ജോലി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. പക്ഷേ
പെട്ടെന്ന് ഒരു ദിവസം റിട്ടയർ ചെയ്തെങ്കിലും ഇയാൾ പിറ്റേ ദിവസം വീണ്ടും പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ പോയിട്ട് ഇദ്ദേഹം വീട്ടിൽ നിന്ന് ചായ കുടിച്ച് ഇദ്ദേഹത്തിന് മതിയാവില്ല, ഇദ്ദേഹത്തിന് ശീലമില്ല. ഇദ്ദേഹം സ്റ്റേഷന് മുന്നിലുള്ള തട്ടുകടയിൽ നിന്ന് ഇയാൾ ചായ കുടിച്ചാൽ ഇയാൾക്ക് അത് തൃപ്തിയാവുള്ളൂ. പിന്നെ സ്റ്റേഷനകത്തോട്ട് കയറി ചെന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പക്ഷേ ചാച്ചൻ പണ്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, റിട്ടയർ ചെയ്ത പോലീസുകാർക്ക് ഒരു വില ഉണ്ടാവില്ല എന്നുള്ളത്. പല സമയങ്ങളിലും പലരും പറഞ്ഞ് നമുക്കത് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണത്. അതൊക്കെ ഈ സിനിമയിൽ നമ്മൾ പറയുന്നുണ്ട്. മനസ്സിലായി, ഒപ്പം ജോലി ചെയ്തിരുന്നവർ വരെ ഒരു സമയത്ത് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ പോലും ആരുമല്ല, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നമ്മൾ അന്യനായി പോകുന്നൊരു സിറ്റുവേഷൻ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സഹദേവനെ ഒരിക്കലും ഇതിനകത്തോട്ട് എടുക്കേണ്ട നമ്മൾ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇതിൻ്റെ സനൂപ് സത്യൻ എന്ന് പറയുന്ന ഡയറക്ടർ, അദ്ദേഹം തന്നെയാണ് റൈറ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിലോട്ടൊരു സ്ക്രിപ്റ്റുമായിട്ട് പുതിയൊരാൾ വരുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും ഇദ്ദേഹം എന്തൊക്കെയാണ് ഈ സിനിമയെ കൊണ്ട് ചെയ്യാൻ പോകുന്നത്. അത് തന്നെയാണ് ആനന്ദ് ഏകർഷി എന്ന് പറയുന്ന ഒരു സംവിധായകൻ വന്നപ്പോഴും നമുക്ക് ഫീൽ ചെയ്ത്. അതുപോലെ തന്നെയാണ് സനൂപ് സത്യൻ. അദ്ദേഹം ഒരു സിനിമയ്ക്ക് അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ നമുക്കറിയാം. ഇതുപോലൊരു സിനിമ അദ്ദേഹം ഏത് രീതിയിലാണ് ഇദ്ദേഹം കൊണ്ടുപോകേണ്ടത്. ഇതൊന്നും നമ്മൾ ആട്ടമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു സിനിമയായിട്ടോ ഒന്നും കമ്പയർ ചെയ്യുന്നില്ല. ഇതിൻ്റെ വിജയപരാജയങ്ങളൊന്നും നമ്മളിപ്പം മനസ്സിലോട്ട് എടുത്തിട്ടുമില്ല. ഇതൊരു നല്ല സിനിമയാണ്, ഇത് തിയേറ്ററിലോട്ട് എത്തിക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക. പിന്നെ ദൈവമാണ് തീരുമാനിക്കേണ്ടത് എവിടം വരെയാണ് ഇതിൻ്റെ സക്സസ് എന്നുള്ളത്. പക്ഷെ നമുക്കൊരു 100% ഉറപ്പ് പറയാൻ പറ്റില്ല, ഇതൊരു ക്വാളിറ്റിയുള്ള സിനിമയായിരിക്കും. ഇതെന്തിനൊരു സിനിമ എന്ന് ഒരിക്കലും ജനങ്ങൾ പറയില്ല. ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇമോഷൻസ് ഉള്ള ഒരു ക്വാളിറ്റിയുള്ള സിനിമയായിരിക്കും സി.ഐ.ഡി. രാമേന്ദ്രൻ. നല്ല ക്വാളിറ്റിയുള്ള അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി, ഈ സഹദേവനെ രണ്ടാമത് ഉപയോഗിക്കാത്തത് മോശമായിപ്പോയി കേട്ടോ. അത് ഞാനും ആഗ്രഹിക്കുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ ദൃശ്യം 2 കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ദൃശ്യം 2 അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ജിത്തുമാനെ വിളിച്ചിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഷാജോന സഹദേവൻ ഇതിനകത്തില്ല, അതില്ലാത്തതിൻ്റെ കാരണം സിനിമ കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ജിത്തു ജോസഫിനെ പോലൊരു ആൾ, ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിലിം മേക്കർ സഹദേവനെ ഒഴിവാക്കണമെങ്കിൽ അതിനകത്തൊരു കാര്യം ഉണ്ടാവും. ഇനി സഹദേവൻ വരികയാണെന്നുണ്ടെങ്കിൽ സഹദേവൻ എന്തെങ്കിലും ആദ്യം ചെയ്തതിനെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പം അത്രയ്ക്കും സ്പേസ് ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് സഹദേവനെ ഇനി കൊണ്ടുവന്നിട്ട് കാര്യമില്ല. നമ്മൾ ദൃശ്യം 1 തന്നെ സഹദേവൻ്റെ തന്നെ ഇമ്പോർട്ടൻസ് പോകും. അതെന്നെ കഴിഞ്ഞും മനസ്സിലാക്കുന്ന ഒരു പക്ഷേ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഫിലിം മേക്കറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി 3 എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാര്യം ലാലേട്ടൻ്റെ ഒപ്പം ജിത്തുവായുടെ ഒപ്പം ഒക്കെ അഭിനയിക്കാനും ആ ഒരു സീരീസിൻ്റെ ഭാഗമാകാനും ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ വെയിറ്റിംഗ് ആണ്. അതിപ്പോൾ 3 ഉണ്ടാവണം. ഈ ലൂസിഫർ ഇതേപോലെയാണ്, ഒരുപാട് മനസ്സിൽ ഉള്ള ഒരു സിനിമയാണ്. ഈ ലൂസിഫർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ പരിപാടി നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു സംവിധായകനെ അടുത്ത് കാണാൻ പറ്റുന്നൊരു അവസരമുണ്ട്. പുള്ളിയെക്കുറിച്ച് പലരും പല രീതിയിൽ ഈ പറയുന്ന രീതിയിൽ അഭിപ്രായം ടെക്നിക്കലി അറിയാവുന്ന ഒരാളാണെന്ന് പറയുമ്പോഴും എവിടെയാണത് ഫീൽ ചെയ്തത്? ഫസ്റ്റ് എപ്പോഴാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരാളിനെ ഫീൽ ചെയ്യുന്നത്, ഇയാൾ ചെയ്യുമല്ലോ എന്നുള്ളത്? അത് ഫസ്റ്റ് ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇദ്ദേഹം ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ഫിലിം മേക്കർ ആവാൻ പോകുന്ന ഒരാളാണ്. അതുവരെ നമുക്കറിയാമായിരുന്നു. കാര്യം അതിന് മുൻപ് രാജു ചെയ്ത പല സിനിമകൾക്കും രാജുവിൻ്റെ അഭിപ്രായങ്ങളിൽ ഷൂട്ട് ചെയ്ത സിനിമകളുണ്ട്. പലപ്പോഴും ഞാനതിന് ശേഷം ഞാൻ പിന്നീട് രാജുവിനോട് ചോദിക്കുമ്പോൾ രാജു പറയുന്നത്, ചില ഡയറക്ടേഴ്സിനെ വിശ്വസിച്ചിട്ട് സെറ്റിൽ ചെന്ന് കഴിയുമ്പോൾ രാജു വിചാരിച്ചത്ര അവർ ഓക്കെ ആയിരിക്കില്ല. അവർക്കൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അവരെ കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഉള്ള ആളെന്നുള്ള രീതിക്ക് രാജു തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള സിനിമകളുണ്ട് അതിന് മുൻപ്. അപ്പോൾ അത് പല സ്ഥലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൂസിഫർ ചെന്ന് അഭിനയിക്കുന്ന സമയത്താണ് രാജു വെക്കുന്ന ഫ്രെയിംസും അതുപോലെ തന്നെ നമുക്ക് നരേറ്റ് ചെയ്ത് തരുന്ന ഒരു കാര്യങ്ങളും, അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് ചില്ലറ കക്ഷിയല്ല നമ്മൾ വിചാരിക്കുന്ന. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ മുമ്പ് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അലോഷി ഇദ്ദേഹത്തിനോട്, സ്റ്റീഫനോട് പറഞ്ഞിട്ട് പോകുന്നുണ്ട്, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അച്ഛാ, ഞാൻ വൈകിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്ന നേരത്ത് അലോഷി കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇയാളുടെ ഒരു ഞെട്ടലുണ്ട് ഈ അലോഷിയുടെ. അപ്പോൾ ഫസ്റ്റ് ടേക്കിൽ ഞാൻ ഞെട്ടി. അപ്പം സുജിത്ത് ക്യാമറാമാൻ ഓക്കെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് സുജിത്ത് എഴുന്നേറ്റിങ്ങ് പോകുന്നു. അപ്പോൾ രാജു ഇങ്ങനെ നേരെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ ഒന്നും എടുക്കാമെന്ന് പറഞ്ഞു. എന്ത് പറ്റിയെന്ന് പറഞ്ഞു, ഈ ഞെട്ടൽ ഞാൻ വേറെ 1-2 ചേട്ടൻ്റെ സിനിമകൾ ചേട്ടൻ തന്നെ ചെയ്ത് കണ്ടിട്ടുണ്ട്, ഇത് വേണ്ട, വേറൊരു ഞെട്ടലിടാൻ പറഞ്ഞു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം നമ്മൾ 1-2 ഞെട്ടലും ചെയ്തിട്ടുള്ളൂ.
കുറച്ച് ചിരിയും പരിപാടികളൊക്കെ ആയിട്ടാണ് നമ്മൾ പിടിച്ച് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ഇനി വേറെ ഏത് ഞെട്ടല് ചേട്ടാ എന്ന് പറഞ്ഞില്ല, കുഴപ്പമില്ല ചേട്ടാ പറ്റും, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. നെക്സ്റ്റ് ഷോട്ട് ദൈവം വെച്ച് ഓക്കെ ആയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം നമ്മുടെ സിനിമകളൊക്കെ എടുത്ത് കാണുന്നുണ്ട്. നമ്മളെ ആ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ക്യാരക്ടറിന് ഇങ്ങനൊരു സീക്വൻസ് ഉണ്ട്, അവിടെ എന്തായിരിക്കും ഇദ്ദേഹം ചെയ്യുന്നതെന്ന് നമ്മളെ കഴിഞ്ഞ് മുൻപ് പുള്ളി അത് കണ്ടുവച്ചിട്ട് അതിൽ നിന്ന് നമ്മളെ മാറ്റിച്ച് ചെയ്യിച്ചു എന്നുള്ളതാണ് മനസ്സിലായില്ല. അപ്പോൾ പിന്നെ അറിയാമല്ലോ, അതിപ്പോൾ എന്നോട് മാത്രമല്ല ലാലേട്ടനോട് പറഞ്ഞു കൊടുക്കുന്ന സജഷൻസ്, കറക്ഷൻസ്, പുള്ളി വരുത്തുന്ന കറക്ഷൻസ്, ലാലേട്ടൻ അത്രയും വേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇദ്ദേഹം എന്താണ് ഒരു സാധാരണ സിനിമാക്കാരനല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ CD രാമചന്ദ്രൻ ശരിക്കും തിയേറ്ററിൽ വിജയിക്കേണ്ടതുണ്ട്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ അന്വേഷിപ്പിൻ കണ്ടെത്തുക എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഒരു സ്മൂത്ത് അന്വേഷണത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സുഖം കിട്ടി. ഞാൻ ഡയറക്ടറോട് സംസാരിക്കുന്ന സമയത്ത് അത്തരം ഒരു സിനിമയായിരിക്കും CD രാമചന്ദ്രൻ എന്നുള്ളതാണ് പറഞ്ഞത്. അത് വലിയ ടേണോ ടിസ്റ്റോ ഭയങ്കര സംഭവങ്ങളോ ഇല്ലാത്ത, എന്നാൽ ഒരു യഥാർത്ഥ അന്വേഷണം എങ്ങനെയാണ് പോകുന്നത്, അത്തരം ഒരു സിനിമയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ള ഈ ഒരു എസ്ഐ എന്നൊക്കെ പറയുമ്പോൾ അടിയും ബഹളം പരിപാടി അങ്ങനെയൊന്നുമില്ല. വളരെ ഒന്നാമത്തെ കാര്യം വളരെ റിയൽ ഇൻസിഡൻസിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റിയലിസ്റ്റിക് പരിപാടി പിടിച്ചിട്ട് തന്നെയാണ് നമ്മളിത് സിനിമ ചെയ്തിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് കണക്ട് ആവുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഞങ്ങൾ 100% വിശ്വസിക്കുന്നു. അത് അങ്ങനെ ആയിരിക്കട്ടെ. താങ്ക് യു. ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എനിക്ക് സംസാരിച്ച് തീർന്നിട്ടില്ല, ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് വീണ്ടും കാണാം. നന്ദിയുണ്ട്. താങ്ക് യു.